ഏതായാലും ഞാൻ ഭയങ്കര സുന്ദരിയാ. എന്നിട്ട് നീ എന്താ തീരുമാനിച്ചത്? ഇതാരാ? ഞാൻ നിന്റെ മനസാക്ഷിയാണ്. നീ എന്താ പിന്നെ തീരുമാനിച്ചത്? ഞാൻ ആ സ്കൂളിൽ ചേരാൻ പോകുന്നൊന്നുമില്ല. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനത് ഇന്ന് അമ്മയോട് പറയും. ഞാൻ ആ സ്കൂളിൽ ചേരുന്നില്ലാന്ന്. എനിക്ക് അവർ പോകുന്ന സ്കൂളിൽ പോകാൻ ഒരു താല്പര്യവുമില്ല. എടി മണ്ടി, ഞാനെടുത്ത തീരുമാനം ശരിയല്ലേ? എടി മണ്ടി, നീ എടുത്ത തീരുമാനം ഏറ്റവും പൊട്ട തീരുമാനമാ. നീ ശരിക്കും അവളുടെ സ്കൂളിൽ തന്നെ ചേർന്ന് അവളെക്കാളും മിടുക്കിയാകണം. അങ്ങനെയോ? അതൊന്നും വേണ്ട, എന്നെ കൊണ്ടൊന്നും വയ്യ. വീട്ടിൽ വെച്ച് മതിയിലെ വഴക്ക് എന്റെ സ്കൂളിൽ വെച്ചും വേണം. നീ അവരെക്കാളും വലിയവളാണെന്ന് അവർക്ക് നീ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കാം. ഞാൻ അവരെ തീർക്കും. മനസാക്ഷി, നീ പോയോ? നീ ശരിക്കും പോയി അല്ലേ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു. മനസാക്ഷി പോയെന്ന് തോന്നുന്നു. എന്താ ചെയ്യാ? മനസാക്ഷി പറഞ്ഞ പോലെ സ്കൂളിലേക്ക് പോകണോ? അതെ, പോണം. അവരെ ഞാൻ വെറുതെ വിടരുത്. അവരെന്നെ അധിക്ഷേപിച്ചവരാ. അവരെ ഞാൻ വെറുതെ വിടില്ല. എന്തുവാ ഇത്? എന്താ യൂണിഫോം ഇത്? മമ്മി, മമ്മി, എവിടുത്തെ ബാത്റൂം എവിടെയാ? അവളുടെ യൂണിഫോം ഇവിടെ കിടക്കുന്നുണ്ട് ചേച്ചി. അത് വേഗം എടുത്ത് ഒളിപ്പിച്ച് വെക്ക്. ഓക്കെ ചേച്ചി, വേഗം എടുക്ക്. ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടെ. വാ ചേച്ചി, ഇവിടുന്ന് പെട്ടെന്ന് പോവും. ഇനി ഇവിടെ നിൽക്കണ്ട. അമ്മ, ഞങ്ങൾ പോയി. അമ്മ, അയ്യോ മക്കളെ, പോവല്ലേ? എന്താമ്മേ? ക്ലാരയുണ്ട്. അതിന് ക്ലാരയ്ക്ക് യൂണിഫോം ഇല്ലല്ലോ. അതൊക്കെ ഇന്നലെ പ്രിൻസിപ്പൾ അയച്ചു കൊടുത്തായിരുന്നല്ലോ. യൂണിഫോം ഇല്ലെങ്കിൽ എന്താ? അവളുടെ ഫസ്റ്റ് ഡേ അല്ലേ, അവൾക്ക് കളർ ഡ്രസ് ഉണ്ടാവും. പിന്നെ പ്രിൻസിപ്പൾ അവളുടെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടും അല്ലേ, അതൊന്നും കുഴപ്പമില്ല. മിന്നോന്റെ ഒരു പാടിസായല്ലോ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അവളിപ്പൊ വരും കേട്ടോ. അവൾ വന്നിട്ട് പോവാം. അമ്മ ബസ് വൈകുന്നു, ഞങ്ങൾ പോവാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കസിനെ കൂട്ടാതെ ഇവിടുന്ന് പോവണ്ട. എക്സ്ക്യൂസ് മീ ഗേൾസ്. എനിക്കറിയാം എന്റെ യൂണിഫോം ഒളിപ്പിച്ചു വെച്ചത് നിങ്ങളാണെന്ന്. താങ്ക് യു, വെൽക്കം. എന്താ നിങ്ങൾ തമ്മിൽ കുശി ഒന്നുമല്ല ആന്റി. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറയായിരുന്നു. അല്ലേ ദേവു? അതെ അമ്മേ. അമ്മേ, ഞാനും കളർ ഡ്രസ് ഇടട്ടെ. അവൾ ഫസ്റ്റ് ഡേ അല്ലേ, അവിടെ ഇട്ടോട്ടെ. നിങ്ങൾ എന്തിനാ അതിലിടുന്നത്? അമ്മ എന്റെ യൂണിഫോം അയൺ ചെയ്തില്ല അമ്മേ. അത് ഞാൻ മറന്നു. ഞാൻ മോൾക്ക് കളർ ഡ്രസ് ഇടാൻ വേണ്ടി അത് അയൺ ചെയ്ത് കൊടുക്കായിരുന്നു. അതിനിടയില് നിനക്ക് അയൺ ചെയ്യാൻ മറന്നു മോളെ. അല്ലെങ്കിൽ അമ്മ ഇപ്പൊ എന്നെ കുറിച്ച് എല്ലാം മറക്കുന്നുണ്ട്. ചേച്ചി, ചേച്ചി എന്താ നീ ഏത് ലോകത്താ? ഇന്നത്തെ സ്കൂളിലെ സ്റ്റാർ അവൾ ആരോടി? ഇന്ന് അവൾ തിളങ്ങും. ഇനിയിപ്പോ ഒന്നും പറയണ്ട, അങ്ങ് നടക്കേ. ബോധം കെട്ട് പോയി കാണാം. എന്റെ സ്റ്റൈൽ കണ്ട് ഇതിലും മോഡേൺ ആണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇപ്പോഴിത് എവിടെ പോയി കിടക്ക? എത്ര നേരം ഈ മനുഷ്യൻ വെയിറ്റ് ചെയ്യുന്നു? എന്ത് വായത്? എത്ര നേരം ഈ ഒറ്റയ്ക്ക് നിക്കണം? എത്ര നേരമായിട്ട് നിന്നെ വെയിറ്റ് ചെയ്യുന്ന? നീ എവിടെ പോയി കിടക്കായിരുന്നു? ബസ് കിട്ടാൻ ലേറ്റ് ആയി പോയിടി. എന്നാ വാ. അവിടെ നിന്നെ. എന്താ ചേച്ചി? റോസി, നിന്റെ ചേച്ചി വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട് ജോലി ചേച്ചി. ചേച്ചി ഉണ്ട് ക്ലാസ്സില്, പെട്ടെന്ന് പോയിക്കോ. അവളെവിടെയാ? നിങ്ങളുടെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ജെന്നി, വൈകിട്ട് വരുമ്പോ ഞാൻ അമ്മമ്മയുടെ വീട്ടിലേക്കാ. ഓക്കെ ചേച്ചി, ഞാന് വീട്ടിലേക്ക് തന്നെയാ. എനിക്കിന്ന് പോയി അവിടെ ഇവിടെ വന്ന് നിൽക്കാനായിട്ട്. ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞതാ നീനെ ഒറ്റയ്ക്ക് പോണ്ടെന്ന് കരുതി. ഓക്കെ ചേച്ചി. Hideta girl. Hello girl. How are you? I'm fine. Who are you? What is your name? My name is Julie. My name is Clara. A new student ആണോ? Yes. നിങ്ങൾ എന്റെ സീനിയർ അല്ലേ? നിങ്ങൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. ഓ, ഞാൻ 6th. ഓ, 6th B ആണോ? യെസ്. അവിടെയാണ് എന്റെ അനിയത്തി. എനിക്കിവിടെ കൂട്ടുകാരൊന്നുമില്ല. ചേച്ചിയുടെ അനിയത്തിന്റെ നെയിം പറഞ്ഞാൽ എനിക്ക് അവളുമായി കൂട്ടാവാമായിരുന്നു. ഐ തിങ്ക് നീ ഞങ്ങളുടെ സ്റ്റാൻഡേർഡിൽ പറ്റിയ ആളാന്ന് തോന്നുന്നു. അതുകൊണ്ട് നീ എന്റെ അനിയത്തിയുമായി കൂട്ടായിക്കോ. നിങ്ങൾ എന്റെ ലെവലിലുള്ള ആൾക്കാരെന്ന് തോന്നുന്നു. യാ. ഓക്കെ. എന്താണ് നിങ്ങളുടെ അനിയത്തിയുടെ പേര്? ജെന്നി. ഓ, നൈസ് നെയിം. ബൈ. ബൈ ഗേൾ. ചേച്ചി, എല്ലാവർക്കും അവളെ മതി. നമ്മളോട് മിണ്ടാത്ത പലരും അവളോട് മിണ്ടുന്നു. എനിക്കിതൊന്നും സഹിക്കുന്നില്ല ചേച്ചി. എനിക്ക് നിന്റെ അത്രയും സഹിക്കുന്നില്ല. ഇവളാരെന്നാ ഇവളുടെ വിചാരം? എനിക്ക് തോന്നുന്നത് അവള് സ്വയം ഐശ്വര്യ ധരിച്ചു വെച്ചിരിക്കും. കണ്ടാലും അങ്ങനെയൊക്കെ തോന്നും. അമ്മോ, ദേവു, നീ പഠിച്ചോ? എന്ത് പഠിക്കാനടി? ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഇന്നലെ എന്നെ മുന്നേ അമേരിക്കക്കാരി വന്നിട്ടുണ്ട്. കാണാമെന്ന് പറഞ്ഞ് കുറെ വിളിച്ചു. ഞാൻ പഠിക്കാനുണ്ടായിരുന്നു, വന്നില്ല. നീ വരാൻ ഞാൻ നന്നായി മോളെ. എന്നോട് മിന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമേരിക്കന്ന് വന്നോളെ പുലിയാണല്ലേ? ഏകദേശം ആരുടെ സ്വഭാവം എന്നറിയോ? ജൂഡിയുടെ അതേ സ്വഭാവം തന്നെ. ആണോടി? എങ്ങനെയും നമ്മൾ അവളെയും കൂടി സഹിക്കുക? ഓ, നിന്റെ ഒരു അവസ്ഥ. വീട്ടിലാണെങ്കിൽ
മറ്റേ എന്താ അമേരിക്കക്കാരി. സ്കൂളാണെങ്കിൽ ജൂലി ബിഗി. നിനക്കും അങ്ങനെ തന്നെയാടി. നീ എന്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിനക്ക് അവളെ കാണാൻ പറ്റും. ഞാൻ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അമ്മ എന്റെ പിന്നാലെ അവളെ ഇടും. അത് ഉറപ്പാ. എന്തായി എന്റെ ഐഡിയ വലിച്ചില്ലേ? പിന്നെ ഭയങ്കര ബലിത്തവ വലിച്ചത്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഐഡിയ പറഞ്ഞു തരല്ലേ പ്ലീസ്. എന്തായി മിന്നോട് ഐഡിയ വലിച്ചോ? എടി അത് 8 നില ചേച്ചി പറയല്ലേ, അവൾ കണ്ടു തന്നെ അറിയട്ടെ. എനിക്കറിയാം അത് 8 നില ജയിച്ചിട്ടുണ്ടാവും. പിന്നെ 8 നില ജയിച്ചിട്ടുണ്ട്. സ്കൂളിലേക്കും ചെന്ന് നോക്കെ ജയിച്ചിട്ടുണ്ട്. പൊട്ടിട്ടില്ലെന്ന് എനിക്ക് അപ്പൊ കാണാൻ പറ്റും. എനിക്ക് മനസ്സിലായി പൊട്ടിട്ടില്ല. എടി കാണിച്ചോ അകത്തേക്ക് വാ. വരുന്നത് മുത്തേ. എനിക്ക് കാര്യം മനസ്സിലായി. പൊളിയല്ലേ? അവളെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അപ്പഴേ തോന്നുക അവള് പറഞ്ഞ ഐഡിയ പൊളിയെന്ന്. ഒരു യൂണിഫോം ഇല്ലാന്ന് കരുതി ആരെങ്കിലും സ്കൂളിലേക്ക് വരാന്നിരിക്കോ? അത് നീ പറഞ്ഞത് ശരിയാ. ഒരു നിമിഷത്തേക്ക് ഞാനും വിചാരിച്ചു യൂണിഫോം ഇല്ലാഞ്ഞാൽ അവൾക്ക് സ്കൂളിൽ വരാൻ പറ്റില്ലാന്ന്. അത് നിന്റെ മണ്ടത്തരം. നീ ഇങ്ങോട്ട് വന്നേ. ഇന്ന് മാത്സ് എനിക്ക് അവളുടെ ചിന്തയും നീ ഉള്ളപ്പോ ഞാൻ അതിനായിട്ട് പേടിക്കുന്നത്. എനിക്കെന്നാലും അവള് കാരണം പഠിക്കാനും പറ്റിയിട്ടില്ല. അത് കുഴപ്പമില്ലടി. ഇന്ന് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചിരിക്കാം. ഓക്കേടി സെറ്റ്. മോളെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. വിൽ യു മാരി മീ ഗേൾ? അയ്യേ ഇതൊക്കെ കണ്ണാത്തല്ലേ? അതെടി 7th ജിയിലെ ഈ പൊട്ടനേക്ക് ഇവള് പ്രപ്പോസ് ചെയ്യണം. അവക്ക് പറ്റിയ ആള് തന്നെ. എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യും മോളെ. ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. ലോ 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 ലോ. നീ ഇംപ്രസ് ആയോ? ഇംപ്രസ് ആയില്ലേ? അല്ലെങ്കിൽ ഞാൻ എന്റെ സ്കൂൾ യൂണിഫോമിൽ വരാം. അപ്പൊ നീ ഇംപ്രസ് ആയിക്കോളൂ. ഓ കണ്ണാപ്പി ഞാൻ അവൾക്ക് വേണ്ടി സ്റ്റൈലായോ? നീയൊക്കെ ഏതാടി? എന്റെ ക്ലാരനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. എടി നോക്ക് ആ പൊട്ടൻ കണ്ണാപ്പി ഇപ്പൊ സ്റ്റൈലായത് കൊണ്ടോ ഇവന് ഇങ്ങനെ കാണാൻ പറ്റുമോ? അവക്ക് വേണ്ടി ആരും എന്തും ചെയ്യും കേട്ടോ. കണ്ണാപ്പി മൈ ഡിയർ ക്ലാര. കണ്ണാപ്പി എനിക്കിപ്പോ നീയുമായി ഒരു റിലേഷൻഷിപ്പിന് താല്പര്യമല്ല. അതുകൊണ്ട് നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാം. ഓക്കെ ക്ലാര, ഐ ആം റെഡി. റെഡി ഫോർ 3 4 5 6 വട്ടം. എത്ര വട്ടം വേണമെങ്കിലും ഞാൻ റെഡിയാണ് ക്ലാര. എന്നാ പോകൂ കണ്ണാപ്പി. Wow, he was so handsome. Hey boy, what's your name? എന്റെ പേര് അർജുൻ. Okay. എത്രയാ പഠിക്കുന്നേ? ദേ അവരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ അവരുടെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ദേവുന്റെ ക്ലാസ്സിലാണോ? Can we friends? നോ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. I'm opposite with you, Arjun. എന്താ പറഞ്ഞത്? ഒന്നുമില്ല. എടി അവള് വന്ന് ഇപ്പൊ അർജുൻ വളക്കാൻ നോക്കുക. ഇത് പെണ്ണ്? അതെ ഇവളുടെ കസിനാ. നിന്റെ കസിനാണത്? കസിൻ എന്നൊക്കെ പറയാം, പക്ഷെ ഭയങ്കര ജാടയാ. അവള് ഭയങ്കര കോഴിയാണല്ലോ. എന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്ക്. എനിക്കൊന്നും വയ്യ പറഞ്ഞു കൊടുക്കാനായിട്ട്. നിങ്ങൾ വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇവള് പഠിച്ചിട്ടില്ല. ഓ എന്നാ ഞാൻ അങ്ങോട്ട് പോയി. ദേ ഇവളൊന്ന് സൂക്ഷിച്ചോ, ഇവൾ ആള് ശരിയല്ല. കണ്ടില്ലേ അവൻ അവരോട് സംസാരിക്കുന്നത്? എന്നോട് സംസാരിക്കാൻ വയ്യ. നിന്നെ ഞാൻ കറക്കി എടുക്കുമ്പോടാ. ഇതെന്റെ വാശിയാ.